കാസർഗോഡ് റിയാസ് മൗലവി വധം അതിൽ 3 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അരുൺ പാറയ്ക്കൽ അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങളുമായി വരും. 2017 മാർച്ച് 20-നാണ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതിൽ പ്രതികൾ ജയിലിലായിരുന്നു. അവർ ഇന്ന് കോടതി പല സന്ദർഭങ്ങളിലായി ഇതിന്റെ വിധി പ്രസ്താവം മാറ്റിവെച്ചിരുന്നു. 3 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവം വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അരുൺ പാറയ്ക്കൽ നമ്മളോടൊപ്പമുണ്ട്. അരുൺ, എത്ര പ്രതികളാണ് ഉണ്ടായിരുന്നത്? 3 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. കോടതി എന്താണ് പറഞ്ഞത്? ഗോപീഷൻ, കേസിൽ ആകെ 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 1-ാം പ്രതി അഖിലേഷ്, 2-ാം പ്രതി നിതിൻ, 3-ാം പ്രതി അജേഷ് ആയിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്ന പ്രതികൾ. 7 വർഷമായി ജാമ്യം കിട്ടാത്തതിനാൽ പ്രതികൾ ജയിലിലായിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണനാണ് ഈ കേസ് പരിഗണിച്ചത്. 3 തവണ കേസ് വിധി പറയുന്നതിന് വേണ്ടി മാറ്റുന്നു. 7 തവണ കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനായി എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടതായി ജഡ്ജി പറഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? അതായത് വേണ്ടത്ര സാക്ഷികളെയോ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞില്ല, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ എന്നതാണ് ഇപ്പോൾ ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 2017 മാർച്ച് 20-നാണ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. അതിൽ 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. 2017 മാർച്ച് 20-നായിരുന്നു സംഭവം. ഇതിൽ പ്രതികൾക്കെതിരെയായ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, വേണ്ട രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 3 പ്രതികളും RSS പ്രവർത്തകരായിരുന്നു. ഏറെ കോളിളക്കമുണ്ടാക്കിയ വിവാദമായ കേസായിരുന്നു ഇത്. ഇതിൽ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. റിയാസ് മൗലവി വധക്കേസിലെ 3 പ്രതികളെയും കോടതി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരുൺ, കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? 3 തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത്. 7 ജഡ്ജിമാർ പല പ്രാവശ്യങ്ങളായി ഈ കേസിൽ നിന്ന് പിന്മാറി. 8-ാമത്തെ ജഡ്ജിയാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചത്. കെ ബാലകൃഷ്ണൻ. അദ്ദേഹം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി RSS പ്രവർത്തകരായിരുന്നു 3 പ്രതികളും. 2017 മാർച്ച് 20-ന് റിയാസ് മൗലവിയെ വീട്ടിലെത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. ആ കേസിൽ പലതവണ ഈ കേസ് മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ അതിന്റെ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത് ഈ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. RSS പ്രവർത്തകരാണ് 3 പ്രതികളും. കുറ്റവിമുക്തരാക്കപ്പെട്ടവർ RSS പ്രവർത്തകരാണ്. അവർക്കെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അരുൺ പാറയ്ക്കലാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുണിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അരുൺ, ഈ പലതവണ മാറ്റിവെച്ച വിധി പ്രസ്താവമാണ് ഇപ്പോഴത് വന്നിരിക്കുന്നു. 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയുണ്ട്? ഗോപീഷൻ, 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് ഇപ്പോൾ കോടതി വന്നിരിക്കുന്നത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിക്കുന്നത്. എന്തായാലും 3 പ്രതികൾ, അതായത് 1-ാം പ്രതി അഖിലേഷ്, 2-ാം പ്രതി നിതിൻ, 3-ാം പ്രതി അജേഷ് എന്നിവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവം ജഡ്ജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചിരുന്നത്. വലിയ കോളിളക്കം, കാസർഗോഡ് ജില്ലയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. ചൂരിയിലെ മദ്രസ അധ്യാപകനായിരുന്നു ഈ റിയാസ് മൗലവി. 2017 മാർച്ച് 20-ാം തീയതി അദ്ദേഹത്തെ പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് ഈ പ്രതികൾ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 97 സാക്ഷികളെ ഈ സമയത്ത് പല ഘട്ടങ്ങളിലായി ഈ കോടതി 97 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തായാലും വേണ്ടത്ര സാക്ഷികളോ തെളിവുകളോ കോടതിയിൽ എത്തിയില്ല എന്നൊരു കാരണമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ശരി. 2017 മാർച്ച് 20-ന് പുലർച്ചെ കാസർഗോഡ് പഴയ ചുരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. പള്ളിക്കകത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ അതിക്രമിച്ചു കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രതികൾ കൊലപാതകം നടത്തി എന്നൊക്കെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി
പ്രസ്താവം വന്നിരിക്കുന്നു. മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കി. ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷമേ നമ്മളിപ്പോൾ പറയാൻ പറ്റും. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത്. നിരവധി തവണ ഇതിന്റെ വിധി പ്രസ്താവം മാറ്റിവെച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കുന്ന 8ാമത്തെ ജഡ്ജിയാണ് കെ ബാലകൃഷ്ണൻ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവനത്തിനെതിരെ അപ്പീൽ നൽകും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. 97 സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചിട്ടുണ്ട്. 45 തുണ്ടി മുതലുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ജാമ്യം ഈ പ്രതികൾക്ക് കൊടുത്തിരുന്നില്ല. 7 വർഷക്കാലമായി ഈ 3 പ്രതികളും ജയിലിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒടുവിൽ ഈ 3 പ്രതികളും കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണൻ ഈ കേസിൽ വിധി പറയാനെത്തുന്ന 8ാമത്തെ ജഡ്ജിയാണ്. അദ്ദേഹം ഈ 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. ഇതുവരെ കേസ് പരിഗണിച്ചത് 7 ജഡ്ജിമാരാണ്. 8ാമത്തെ ജഡ്ജിയാണ് കെ ബാലകൃഷ്ണൻ. 97 സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കുകയും 45ഓളം തുണ്ടി മുതലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ബോധപൂർവം നടത്തിയതാണ് ഈ കൊലപാതകം എന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 വർഷം വളരെ ഭംഗിയായി കേസ് കൈകാര്യം ചെയ്തില്ല. അതിൽ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഭംഗിയായി ഞങ്ങൾ കൈകാര്യം ചെയ്തു. പക്ഷേ വിധി വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ജഡ്ജ്മെൻറ്റ് കണ്ടിരിക്കണം. ജഡ്ജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം ബാക്കി എന്ത് കാര്യങ്ങൾ പ്രോസിക്യൂഷനുമായി ആലോചിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പീലിന് പ്രോസിക്യൂഷൻ ഈ കേസിൻ്റെമായി ബന്ധപ്പെട്ട് തീർച്ചയായും പോകും. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു വിധിയായാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം വളരെ പൈശാചികവും വളരെ ഭീകരമായ ഒരു മരണമായിരുന്നു റിയാസ് ഉസ്താദിൻ്റെ. കാരണം ഒരു കാര്യത്തിലും ഒന്നിലും ഇടപെടാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ എന്തിനാണ് മരണപ്പെട്ടതെന്ന കാര്യം. ഈ കൊന്നവർക്കും അവർക്കും പോലും അറിയാം ഈ റിയാസ് മൗലവിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരുന്നു. അത് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നൊരു ഗൂഢലക്ഷ്യമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അന്ന് കാസർഗോഡ് മതോദര വിശ്വാസികളൊക്കെ ഒന്നടങ്കം ഈ കൊലപാതകത്തെ അപലപിക്കുകയും എല്ലാവരും ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരിക്കും ഇവരെങ്ങനെയാണ്? അത് ശത്രുതായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഇത് ഒരു വർഗീയത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ആയിരിക്കാം അതിൻ്റെ പിന്നിലുള്ള. അത് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ ഭംഗിയായി സ്പെഷ്യൽ പ്രോസിക്യൂട്ട് ചെയ്തിരുന്നു. നീതി കിട്ടിയില്ല. അത് നമ്മൾ ഈ ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും പറയാം. നല്ല രീതിയിലായിരുന്നു അഭിപ്രായം. അന്വേഷണം വളരെ ഭംഗിയായി ചെയ്തു. നല്ല അന്വേഷണം. നല്ല അന്വേഷണം. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രതികൾ കൊലപാതകം നടത്തി എന്നായിരുന്നു നേരത്തെ കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയും പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഇതിലെ അവരുടെ ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കേസിൽ അപ്പീൽ പോകും എന്നാണ് ഇപ്പോൾ റിയാസ് മൗലവിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവർ പറയുന്നത്. ഏതായാലും ഈ കേസിൽ ഭംഗിയായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് വളരെ ഭംഗിയായി കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നും പക്ഷേ കോടതി വിധി പ്രതികൂലമായി അതിൽ അപ്പീൽ നൽകുമെന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 97 സാക്ഷികൾ വിസ്തരിക്കപ്പെട്ട 45 തൊണ്ടി മുതലുകൾ പരിശോധിക്കപ്പെട്ട ഈ കേസിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് 7 വർഷക്കാലം തടവിൽ പ്രതികൾ കഴിയേണ്ടി വന്ന ഈ കേസിൽ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത് എന്നതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണൻ ഈ കേസ് പരിഗണിക്കുന്ന 8ാമത്തെ ജഡ്ജിയാണ്. നിരവധി തവണ മാറ്റിവെക്കപ്പെട്ട കേസാണ് ഇത്. കെ ബാലകൃഷ്ണന്റെ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 3 പ്രതികൾ അവർ RSS പ്രവർത്തകരാണ്. 3 പ്രതികളും കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ 3 തവണ മാറ്റിവെച്ച ശേഷമാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. 7
7 ജഡ്ജിമാർ പരിഗണിച്ച കേസാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സവിശേഷമായ ശ്രദ്ധ നേടിയെടുത്ത ഒരു കേസാണ് റിയാസ് മൗലവി വധക്കേസ്. പള്ളിയിൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന റിയാസ് മൗലവിയെ 3 പേർ എത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊലപാതകം നിർവഹിക്കപ്പെട്ടത് എന്നായിരുന്നു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും മതിയായ തെളിവുകൾ ഹാജരാക്കപ്പെടാത്തത് കൊണ്ടാണോ, സാക്ഷികൾ വേണ്ട രീതിയിൽ അവർ തെളിവുകളുമായി എത്താത്തത് കൊണ്ടാണോ ഈ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പരിഗണിച്ച് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങളിലുള്ള വ്യക്തത ഇനി അതിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അതിലെ ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ.